ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മോഡൽ എക്സാം ആണ്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ മോഡൽ എക്സാം. ക്ലാസ് 9 സോഷ്യൽ സയൻസിൻ്റെ മോഡൽ എക്സാം ആണ്. സെക്കൻഡ് ടേം മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനായിട്ടാണ്, ദെൻ അതിൻ്റെ ആൻസേഴ്സ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസേഴ്സ് എഴുതുക, അതിനുശേഷം ആൻസർ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സെക്കൻഡ് ടേം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സോഷ്യൽ സയൻസ് ആണ്, സാമൂഹ്യശാസ്ത്രം. മൗര്യ രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ അശോകൻ, ഓപ്ഷൻ ബി ചന്ദ്രഗുപ്ത മൗര്യൻ, ഓപ്ഷൻ സി ധനനന്ദൻ, ഓപ്ഷൻ ഡി സമുദ്രഗുപ്തൻ. ആരാണ് എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. ആൻസർ പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന് നോക്കുക കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും സംഗമ സ്ഥാനം ഏത്? ഓപ്ഷൻ എ ബ്രഹ്മഗിരി കുന്നുകൾ, ഓപ്ഷൻ ബി നീലഗിരി കുന്നുകൾ, ഓപ്ഷൻ സി ആരവല്ലി പർവ്വതനിരകൾ, ഓപ്ഷൻ ഡി മാൾവ പീഠഭൂമി. ക്വസ്റ്റ്യൻ 3, ചുവടെ നൽകിയിരിക്കുന്നതിൽ പല്ലവരുടെ പ്രധാന തുറമുഖം ഏത്? ഓപ്ഷൻ എ കോർക്കൈ, ബി പെരിയപട്ടണം, സി കായൽപട്ടണം, ഡി മഹാബലിപുരം. ക്വസ്റ്റ്യൻ നമ്പർ 4, ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ ലൂണി, ബി നർമ്മദ, സി താപ്തി, ഡി സത്ലജ്. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെ ആൻസറുകൾ ആദ്യം നിങ്ങൾ എഴുതുക, ശേഷം ഞാൻ പറയുന്ന ആൻസർ നോക്കുക കേട്ടോ. ആൻസർ ഇതാണ്: 1 ചന്ദ്രഗുപ്ത മൗര്യൻ, 2 നീലഗിരി കുന്നുകൾ, 3 മഹാബലിപുരം, 4 ലൂണി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഉത്തരേന്ത്യൻ സമതലം കൃഷിക്ക് അനുയോജ്യമായ മേഖലയായി മാറാൻ സഹായകമായ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എഴുതുക. 6 ഗുപ്ത കാലഘട്ടത്തിൽ കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം? 7 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 3 ചുമതലകൾ എഴുതുക. അപ്പോൾ ആദ്യം അഞ്ചാമത്തതിന് ആൻസർ എഴുതുക കേട്ടോ. ഉത്തരേന്ത്യൻ സമതലം കൃഷിക്ക് അനുയോജ്യമായ മേഖലയായി മാറാൻ സഹായകമായ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എഴുതുക. അതിൻ്റെ ആൻസർ ആണ് ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ്, പരന്ന ഭൂപ്രകൃതി, വറ്റാത്ത നദികളുടെ സാന്നിധ്യം, അനുയോജ്യമായ കാലാവസ്ഥ. ഇനി ഗുപ്ത കാലഘട്ടത്തിൽ കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങളാണ് 6 കൃഷി ചെയ്യാത്ത പ്രദേശങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കി, പുതിയ സാമൂഹിക വ്യവസ്ഥ കൃഷിക്ക് ആവശ്യമായ തൊഴിലാളികളെ പ്രദാനം ചെയ്തു, കാർഷിക സാങ്കേതിക വിദ്യയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ബ്രാഹ്മണരുടെ അറിവ്, വ്യത്യസ്ത ജലസേചന സൗകര്യങ്ങൾ. ഇനി നമുക്ക് മനുഷ്യാവകാശത്തിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് 7 മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തുക. അവരുടെ ചുമതലകളാണ്: മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതി നടപടികളിൽ കക്ഷിയാകുക, ജയിലുകളും പുനരധിവാസ കേന്ദ്രങ്ങളും സന്ദർശിച്ച് പരിഷ്കാരങ്ങൾക്കായി ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനവും കാര്യക്ഷമതയും വിലയിരുത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക, മനുഷ്യാവകാശങ്ങൾ സംബന്ധിച്ച അന്താരാഷ്ട്ര കരാറുകളും പ്രഖ്യാപനങ്ങളും വിശകലനം ചെയ്യുകയും ഉചിതമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക, മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കുക, മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിലെ വീഴ്ചകൾ പരിശോധിച്ച ശേഷം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുക. ഇത്രയും ആൻസേഴ്സ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ 5, 6, 7 3 അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എഴുതേണ്ടി വരില്ല. ഒരു 3 പോയിന്റോ 4 പോയിന്റോ എഴുതേണ്ടതായിട്ടേ വരൂ ഇങ്ങനെ ചോദിച്ചാൽ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഭാഗമാണ് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഭാഗം. 8ാമത്തെ ക്വസ്റ്റ്യൻ, എ കോളത്തിന് അനുയോജ്യമായ ബി കോളം ക്രമപ്പെടുത്തി എഴുതുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ആൻസറും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാസൻ, കാളിദാസൻ, അമരസിംഹൻ, ശൂദ്രകൻ. അപ്പോൾ ബാസൻ്റെ ആണ് ഏത്? സ്വപ്നവാസവദത്തം, കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം, അമരസിംഹന്റെ അമരകോശം, ശൂദ്രകന്റെ മൃച്ഛകടികം. അപ്പോൾ ആ ഭാഗം ഒന്ന് പഠിച്ചു വെക്കുക. മാച്ച് ദി ഫോളോവിംഗ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണത്. അടുത്തത് 9, 10, 11 ആണ്. 9 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ പട്ടികപ്പെടുത്തുക. 10 ഹിമാദ്രി, ഹിമാചൽ എന്നീ പർവ്വതനിരകളുടെ സവിശേഷതകൾ വിശദമാക്കുക. 11 നവീന ശിലായുഗ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് ഗോൾഡൻ ചൈൽഡ് വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അപ്പോൾ ആദ്യം 9ാമത്തെ നോക്കാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്.
വോട്ടർ പട്ടിക തയ്യാറാക്കലും തിരിച്ചറിയൽ കാർഡ് വിതരണവും, തിരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കുക, നിയന്ത്രിക്കുക, പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പാക്കലും, രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരവും അവയ്ക്ക് ചിഹ്നങ്ങൾ അനുവദിക്കലും, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, നാമനിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, സൂക്ഷ്മ പരിശോധന നടത്തുക, സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലികൾ. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം എന്തായിരുന്നു? ഹിമാദ്രി, ഹിമാചൽ എന്നീ പർവ്വതനിരകളുടെ സവിശേഷതകളല്ലേ നോക്കാം. ഹിമാചൽ ആണ് ആദ്യം. സിവാലിക് കുന്നുകളുടെ വടക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുള്ള ഈ നിരകൾ ലെസ്സർ ഹിമാലയ എന്നാണ് കേട്ടോ. ഒരു സായം കൂടി ഉണ്ട്, ലെസ്സർ ഹിമാലയ എന്നാണ് അറിയപ്പെടുക. ഇത് സിവാലിക് എന്നും പറയുവേ. ഹിമാദ്രി, അടുത്തത് ഹിമാദ്രി ഗ്രേറ്റർ ഹിമാലയം എന്നും ആന്ധ്ര ഹിമാലയം എന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. പർവ്വതനിരയുടെ വീതി ഏകദേശം 25 കിലോമീറ്റർ ആണ്. മഞ്ഞു മൂടിയ മലനിരകളാണ് ഹിമാദ്രിയുടെ പ്രത്യേകത. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 11ാമത്തെ, നവീന ശിലായുഗ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ. റീസൺ നോക്കാം. നിയോലിതിക് കാലഘട്ടത്തിൽ മനുഷ്യർ പുതിയ ജീവിത രീതികൾ ആരംഭിച്ചു. മൃഗങ്ങളെ മെരുക്കി വളർത്തൽ, കൃഷിയുടെ തുടക്കം, മിനുക്കിയ ഉപകരണങ്ങൾ, തൊഴിൽ വിഭാഗങ്ങളുടെ രൂപീകരണം, മൺപാത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി കളിമൺ ഇഷ്ടികകളുടെ നിർമ്മാണം. അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. 12. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനങ്ങളുടെ സവിശേഷതകൾ വിവരിക്കുക. 13. താർ മരുഭൂമിയിൽ മഴ തീരെ കുറയാനുള്ള കാരണങ്ങൾ വിശദമാക്കുക. അപ്പോൾ 12 മണ്ണിനങ്ങൾ നോക്കാം. കറുത്ത മണ്ണ് രൂപീകരണം, ലാവ പീഠഭൂമി പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നു. സവിശേഷതകൾ വളരെ ഫലഭൂയിഷ്ഠവും പോഷകങ്ങളാൽ സമ്പന്നവുമാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യം. ചുവന്ന മണ്ണ് രൂപീകരണം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നു. സവിശേഷതകൾ ഈ മണ്ണിൽ ഇരുമ്പിന്റെ സാന്നിധ്യമുണ്ട്. ചിലയിടങ്ങളിൽ തവിട്ട്, ചാര, മഞ്ഞ നിറങ്ങളിലും കാണപ്പെടുന്നു. ലാറ്ററൈറ്റ് രൂപീകരണം, കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്നു. സവിശേഷത എന്താ? ഫലഭൂയിഷ്ഠത കുറവാണ്. പർവ്വത മണ്ണ് രൂപീകരണം, മഞ്ഞ്, മഴ, താപനിലയിലെ വ്യതിയാനം എന്നിവ മൂലം സംഭവിക്കുന്ന യന്ത്രാത്മക അപക്ഷയമാണ്. തോട്ടവിളകൾക്ക് അനുയോജ്യമാണ്. ഇനി നമ്മുടെ താർ മരുഭൂമിയുടെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ പറയാം. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് വർഷം മുഴുവനും മഴ വളരെ കുറവാണ്. ഈ കാറ്റിന്റെ അറേബ്യൻ ശാഖ പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിലേക്ക് പ്രവേശിക്കുകയും രാജസ്ഥാന്റെ ഉൾഭാഗങ്ങളിൽ പ്രവേശിക്കാതെ ആരവല്ലി മലനിരകൾക്ക് സമാന്തരമായി കടന്നു പോവുകയും ചെയ്യുന്നു. ഈ മഴ പെയ്യുന്ന കാറ്റ് രാജസ്ഥാന്റെ ഉൾഭാഗത്തേക്ക് കടക്കാത്തതിനാൽ മൺസൂൺ കാറ്റിൽ നിന്ന് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത്, പ്രത്യേകിച്ച് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉയർന്ന ബാഷ്പീകരണ നിരക്കും ഈ പ്രദേശങ്ങളിലെ വരണ്ട കാറ്റും മഴയുടെ സാധ്യത കുറയ്ക്കുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖ കിഴക്കുനിന്നു പടിഞ്ഞാറോട്ട് ഹിമാലയൻ പർവ്വതനിരകൾക്ക് സമാന്തരമായി വീശുന്നു. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ആരവല്ലി പർവ്വതനിരകളാണ് ഈ കാറ്റിന്റെ ചലനം പരിശോധിക്കുന്നത്. അതിനാൽ താർ മരുഭൂമിയിലും സമീപ പ്രദേശങ്ങളിലും മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്ന് മഴ ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തോ ആ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആ ഭാഗങ്ങളൊന്ന് തറായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.